ചെറുതാണേലും വീട്ടിൽ തന്നെ ഒരു വരുമാനം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഏട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു കുഞ്ഞു കോഴി ഫാം. കോഴി ഫാം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്ന് കൂടിപ്പോവെങ്കിലും ഡെയിലി മുട്ട തരുന്ന കോഴികൾ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ലേലും അത്യാവശ്യം വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ഞാൻ പിന്നെ രാവിലെ തന്നെയുള്ള മുട്ടയൊക്കെ എടുത്ത് വന്നപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഉപ്പിലിടാൻ വേണ്ടി കണ്ണിമാങ്ങ കഴുകിയിട്ടത് കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ മുറ്റത്തുള്ള സപ്പോട്ടയിൽ കുറച്ച് സപ്പോട്ട പഴുത്തിട്ടുണ്ട്, അതിനി പറിച്ചില്ലെങ്കിൽ കേടായിപ്പോന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോയി പറിച്ചു വന്നു. ഓൾറെഡി ഞാൻ 2-3 പറിച്ച് വെച്ച് പഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ജ്യൂസോ ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛനും മോൾക്കൊക്കെ കൊടുക്കണം. അവരൊക്കെയാണ് മധുരത്തിന്റെ ആൾക്കാർ. നമുക്ക് പിന്നെ എപ്പോഴും എരിവിനോട് മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ വന്നിട്ട് ചോറിനുള്ള പരിപാടികൾ നോക്കി. അരി കഴുകിയിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചോറിന്റെ പരിപാടി കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാർത്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഞാൻ നേരെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ്. പിന്നെ കുറേ നാൾ മുമ്പ് റൈസ് കുക്കറിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോറൊക്കെ റെഡിയായി വരുമോ എന്നുള്ളത്. ഞാനിപ്പോൾ വെച്ചത് റേഷൻ അരിയാണ്, എന്നിട്ട് പോലും നല്ല മണിമണി പോലെ വന്നിട്ടുണ്ട്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരമാണ്. എന്താണെങ്കിലും ലിങ്ക് മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അത്ര.